സെന്റിമെന്റലാണ്, വളരെ കാലിക പ്രശസ്തമാണ്. ഒന്നും പറയാം എല്ലാം തിരക്കഥയാണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ടോപ്പ് നോച്ച് ആണ്. ഒന്നും പറയാനില്ല, പടം കയറി കാട് പൊളിച്ച് സൂപ്പറാണ്, അടിപൊളി. എല്ലാവരും ഒന്നൊന്നിനും മെച്ചം. സൂപ്പർ. അതിലൊരു ഈ ചിത്രം എന്തായാലും പേര് നോവിനോട് എഴുതപ്പെടും. കാരണം അത്രയ്ക്കും ഇത് നടന്ന സംഭവമുണ്ട്. ഇപ്പോൾ കേരള ജനതകൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ അനുരാജ് മനോഹർ എന്ന് പറഞ്ഞ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. അന്ന് നടന്ന പോലീസുകാരുടെ ബുദ്ധിമുട്ടും ആ ആദിവാസികളുടെ ബുദ്ധിമുട്ടും എല്ലാം നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല ഫോട്ടോഗ്രാഫി, നല്ല മ്യൂസിക്, അടിപൊളി. എന്തായാലും ടോവിനോയുടെ ചിത്രം ഇതുവരെ അഭിനയിച്ച ചിത്രത്തിൽ ഈ ചിത്രം സ്ഥാനമുണ്ടോ ഈ ചിത്രത്തിൽ? ഇമോഷണലൊക്കെ നല്ല ഇതായിട്ടുണ്ട്. എല്ലാ പിള്ളേരുടെ ഇതും എല്ലാം നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ആ കുട്ടികളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരാളും മോശം, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ സുരാജ് ഞാനോടും നന്നായിട്ട് നല്ലൊരു കഥാപാത്രം. സിനിമ നല്ല ഇമോഷണൽ മൂവിയായിരുന്നു. അവസാനം കണ്ടൊക്കെ അറിയുന്നുണ്ടോ? നല്ല ഫീലായിരുന്നു. കണ്ണും മനസ്സും നിറഞ്ഞു. നല്ല ഫീൽ. അടിപൊളി സിനിമ, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കരഞ്ഞു പോയി. തിരിഞ്ഞു നോക്കുമ്പോ എല്ലാവരും കരയുന്ന ബാഗിലൊക്കെ. മ്യൂസിക് അടിപൊളി. വേടന്റെ പാട്ട് പ്രതീക്ഷിച്ചു, പക്ഷെ വന്നില്ല. അവസാനം ഇല്ല പാട്ട്. ഇല്ലായിരുന്നു. മോട്ടിവേഷൻ കുറച്ച് ഭയങ്കര കരഞ്ഞു പോയി. അടിപൊളി. ആദിവാസി എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. പടം പൊളി, സൂപ്പറാ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം അപ്പോൾ കൃത്യമായ ആൾക്കാരിലേക്ക് എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സിനിമയുടെ ഒരു പവർ, സിനിമയ്ക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. സിനിമയ്ക്ക് മാത്രമല്ല, ആർട്ട് ഫോമാറ്റിൽ മുഴുവനുള്ള ചില സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ആൾക്കാരെ കണക്റ്റായി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് സന്തോഷമുള്ള കാര്യമാണ്. രാഷ്ട്രീയം പറയുന്ന സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ പുറത്ത് നിന്നിട്ട് ഈ സിനിമയിൽ ഇതാണ് സംഭവം, ഇതായിരിക്കാം വലിയ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു, പുറത്ത് ചർച്ച ചെയ്യും. അപ്പോൾ അതൊരു ക്രിയേറ്റർ എന്നുള്ള രീതിയിലൊരു റീകോൾ ചെയ്യാണോ സമൂഹത്തിന്? ഉറപ്പായിട്ടും നമ്മൾ സൗകര്യപൂർവ്വം മറന്ന ചില സമര മുഖങ്ങളെ, അല്ലെങ്കിൽ തോറ്റുപോയ ചില സമര നേതാക്കളെ, ജീവിതങ്ങളെ, മനുഷ്യരെ നമ്മൾ പുറത്തെടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ PSC ജോലി കിട്ടാക്കനിയായിട്ടുള്ള പ്രശ്നം ബാധിച്ചത് കാരണം കൊണ്ടാണോ അതൊരു സീനായിട്ട് തന്നെ ഒരു ഏരിയ ആയിട്ട് തന്നെ പടത്തിൽ പറഞ്ഞു ചെയ്യാൻ തീരുമാനിച്ചാൽ മതി. അതിപ്പോൾ PSC തന്നെ വേണമെന്ന് തൊഴിലെടുക്കാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അനവധി ഓപ്ഷനുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അത് ഒരാളുടെ വ്യക്തിപരമായ താല്പര്യത്തിനും കൂടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ടോവിനൊന്ന് കഠിനാധ്വാനിയെ കാണാൻ പറ്റിയ ആളുകൾ പറയുന്നത് അത് കൃത്യമായിട്ട് ഇല്ല, ആളുകൾ പറയുന്നത് ഞാൻ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ കഠിനാധ്വാനിയെ കാണാൻ പറ്റിയ ഒരു ഇവോൾവ്മെന്റ് ഉണ്ട് അവളുടെ ക്യാരക്ടറിനെന്നൊക്കെ പറയുന്നു ആളുകൾ. ആളില് വിശ്വാസം, ആളിൽ ഇത്രയും ചെയ്യാൻ പറ്റും. ഒരു പെർഫോമൻസ് സ്ഥിരം ചെയ്യുന്നതല്ലല്ലോ. ടോവി കഠിനാധ്വാനിയാണ്. 2014 മുതൽ എനിക്കറിയുന്നതാണ്. നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുന്നു. അതിൻ്റെ ഒപ്പം ആർട്ടിസ്റ്റുകളെല്ലാവരും ഇപ്പം നമുക്കൊപ്പം നിൽക്കുന്നു. ആ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം എൻ്റെ മാത്രം സിനിമ എന്ന് പറയുന്നതിൽ തന്നെ യാഥാർത്ഥ്യമില്ല. അത് ആര് പറഞ്ഞാലും അത് യാഥാർത്ഥ്യമില്ല. ഒരു ഒറ്റയാൾ പോരാട്ടം ചിലപ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ അത് വേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ടീം വർക്കാണ് സിനിമ എപ്പോഴും. അപ്പോൾ അതിൻ്റെ കൂടെ ഔട്ട്പുട്ടാണ്. കഠിനാധ്വാനം എല്ലാവരും ചെയ്തിട്ടുണ്ട്. ചേരൻ സാർ ഇപ്പോൾ സിനിമ കാണും? ചേരൻ സാർ ഇന്നലെ കണ്ടു. പ്രിവ്യൂ നമ്മുടെ ചെന്നൈയിൽ പ്രിവ്യൂ ഉണ്ടായിരുന്നു. പുള്ളി വരും, 2 ദിവസം കൊണ്ട് വരും. എന്തായാലും മികച്ചൊരു സിനിമ. രാജാവിനല്ലാതെ ആശംസകൾ. താങ്ക് യു.